ആശാൻ, ഒരബദ്ധം പറ്റി. കുറച്ച് ദിവസമായിട്ട് എന്നാ അബദ്ധം പറ്റാത്തത്? ഒരിക്കൽ കൂടി നിന്നെ വിളിച്ച് എന്നെയാണ് പറയേണ്ടത്. കളി കാണാൻ ആരൊക്കെയാണ് വന്നിരുന്നെന്ന് അറിയോ? ഉദയശങ്കർ, കൽക്കത്തയിലേക്ക് കഥകളിക്കാരെ ക്ഷണിക്കാൻ വന്ന ഉദയശങ്കർ. ആരുടെ ശാപവും കൊണ്ടാ നീ ഇപ്പൊ അരങ്ങത്തേക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. വയ്ക്കോ, ഇത് നിർത്തി വല്ല കന്നുപൂട്ടലോ കിളയ്ക്കലോ ഒക്കെ ആയി കുടുംബത്തിരിക്കുക ഭേദം. എന്റെ മുമ്പിൽ ഇനി കാണരുത്. വയ്ക്കോ. വേണ്ട, എന്നെപ്പോലെ നാണം കെട്ട് ഊര് തിണ്ടി നടക്കാനാണോ നിന്റെ ഭാവം? ഇന്നത്തെ ഗോവിന്ദനോട് മത്സരിക്കാൻ വേണ്ടികൾ ഒരുപാടുണ്ട്. അന്നത്തെ ഗോവിന്ദനോട് മത്സരിക്ക്. കൊട്ടുമ്പോ വാള് കാണിക്ക. വാളല്ലത്, ഖഡ്ഗമാണ്, ഖഡ്ഗം. നീയാരാണ്? നീയാരാണ്? ഇട്ടിക്കണ്ടപ്പൻ, ഇട്ടിക്കണ്ടപ്പൻ. ചിരിക്കണ്ട, ചിരിക്കണ്ട. നീയാരാണ്? നീ എവിടെന്നാ വരണം? നീ എങ്ങടാ പോണ്? നിനക്ക് എന്താ കാര്യം? നിനക്ക് എന്താ പ്രവൃത്തി? നീ എന്നാ പറയാ? നീയ് ഓഹോ, വെടിക്കമ്പത്തിൽ തീ കൊടുത്തതുപോലെ നിന്റെ നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മ കണ്ടാൽ നീയ എന്ന് വിളിക്കാൻ? ഇവിടെ നീ എന്ന വിളിക്ക് കൊടികരടക്കാണോ? അല്ല, ആറാട്ടാണ്. അല്ല, 8 ആട്ടാണ് നിന്റെ മുഖത്ത്. ഇതുകൊണ്ടൊന്നും ആയില്ല. നമ്മുടെ ഉൽപുണ്യം കേട്ടിട്ടുണ്ടോ? ഉൽപുണ്യം ഉണ്ടോ? കേട്ടോ, നാടുതോറും നടന്ന് നായാടി. കുഞ്ഞുണ്ണി, ആഘോഷം അവസാനിപ്പിക്കാറായില്ലേ അപ്പൻ? എത്ര കാലം നീട്ടിക്കൊണ്ട് പോകാനാണ് നിങ്ങളുടെ ഭാവം? വിചാരണ കഴിഞ്ഞില്ലല്ലോ. കുറ്റം ഏറ്റു പറഞ്ഞാലും നിർത്തരുത്. എന്നും തരാന്ന് വിനോദമല്ലല്ലോ. കുറ്റക്കാരുടെ പേര് അറിയാതെ നിർത്തിയേ. അതിനൊക്കെ ചില ആചാരങ്ങൾ, ചിട്ടകൾ. 2 നേരം സദ്യ, ദിവസക്കണക്കിൽ ദക്ഷിണ. നിർത്താൻ സങ്കടം തോന്നും അല്ലേ? ഊട്ടുപുരകളിൽ കയറിയിറങ്ങുന്ന ഈ കോമാളി പരീക്ഷയ്ക്ക് വിചാരണയുടെ പേരിൽ മുടിഞ്ഞ ഇല്ലങ്ങളുണ്ട്. അതപ്പനറിയോ? കുറ്റക്കാരിയെ പീഡിപ്പിക്കുന്നതിന്റെ ആഹ്ലാദം വേറെ. പോരാത്തനിതാ കലാപരിപാടി. അവമാനിക്കാനാണോ പാലക്കുന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? പറഞ്ഞേക്കാം, ജാത്യാചാരം വെടിഞ്ഞ പാലക്കുന്നത്ത് നമ്പൂരിയും പുറത്ത്. ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ്. കൃഷ്ണ, താൻ കേൾക്കണില്ലേ? മഹൻമൂസ് താനാണ്. തനിക്കൊന്നും പറയാനില്ലേ? പറയണോ? കീഴ്ജാതിക്കാരുടെ കൂടെ തീണ്ടിത്തിന്ന് ആളുകൂടി നടത്തല്ല ആഢ്യന്മാരെ ശകാരിച്ച് നടക്കുന്ന ഇയാൾക്ക് ഇവിടെ പറയാൻ എന്താ അവകാശം? വിചാരണ വിധേയമാണ് നടക്കും. ഞാനാ പറയണത്. കുഞ്ഞുണ്ണി, പടിക്ക് പുറത്തു മതിയേ എന്റെ തോന്നിയാസം. പുറത്ത് നീട്ടിക്കൊണ്ടു പോണെന്ന് ഞങ്ങൾക്ക് ആർക്കും അശേഷം താല്പര്യമില്ല. ചോളൂ, കുറ്റക്കാരുടെ പേര് വിവരം കിട്ടിയ അപ്പൻ നിർത്തും. കുഞ്ഞുണ്ണി, ഒരു പേര് മതിയോ നിങ്ങൾക്ക്? എന്നാൽ ഓലയിൽ എഴുതിക്കോളൂ, പാലക്കുന്നത്ത് മനക്കൽ കുഞ്ചുണ്ണി നമ്പൂതിരി. വിധവയ്ക്ക് മനുഷ്യ സ്ത്രീയായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തവൻ ഞാനാണ്.
പേരുകൾ ഇനിയും വേണോ? പടുവൃദ്ധന് 4-ാം വേളി ആലോചിച്ച ഈ ഓദിക്കൻ, വേളി സദ്യ കൊണ്ട് ദക്ഷിണ വാങ്ങി പോയവരാരൊക്കെ അവരുടെ ഒക്കെ പേരെഴുതണം. കുഞ്ഞുണ്ണി, ഇതുടനെ ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ മറ്റൊരു വിചാരണ കൂടി ഇവിടെ തുടങ്ങേണ്ടി വരും. കുറച്ച് തലകൾ കൊയ്തിട്ട കുറ്റത്തിന് ബ്രഹ്മഹത്യയുടെ പാപം കൂടി എന്റെ കണക്കിൽ ബാക്കിയുള്ളൂ. അതും തികയട്ടെ. അടിച്ചു പുറത്താക്കാൻ ആരുമില്ല ഇവിടെ. കാര്യസ്ഥന്മാരെ കഷ്ടപ്പെടുത്തണ്ട. പോകുന്നു. ശാപം പിടിച്ച ഈ സ്ഥലത്ത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. പാലക്കുന്നത്ത് മനക്കൽ തീപ്പെട്ട ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ വിധവ ഉണ്ണിമായ എന്ന അന്തർജനത്തിന് ദോഷം വന്ന് ഭവിക്കയാൽ ഓലയിൽ എഴുതാൻ വശം കുറവല്ലേ മുള്ളശ്ശേരി? ഭവിക്കയാൽ ധർമാചാരങ്ങൾ പാലിക്കാൻ അധികാരമുള്ള പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ അനുവാദത്തോടെ വിചാരണ നടത്തിയതിൽ വ്യഭിചാരദോഷം നിശേഷം തെളിഞ്ഞിരിക്കയാൽ സർവാവകാശങ്ങളും ബ്രഹ്മസ്വത്തിലേക്ക് കണ്ടുകെട്ടി ബ്രഹ്മാലയത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കുവാൻ ഇന്നേ ദിവസം തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. കുഞ്ഞിക്കാലിയോട് ഒന്നും തോന്നരുത്. അങ്ങോട്ട് നിൽക്കൂ. നിനക്കിനി ഈ തറവാട്ടിൽ ജീവനും സ്വത്തിനും യാതൊരു അവകാശമില്ല. പടിയിറങ്ങാം. ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ പേടിക്കണ്ട.
നമ്പൂരിക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ വരാം. ഞാൻ അസലായിട്ട് നോക്കും. ഇങ്ങോട്ട് വാ. ആലോചിച്ചോ. പറഞ്ഞത് കേട്ടില്ലേ? അടിയന്റെ കുപ്പാട്ടിലേക്ക് വരാം. മനക്കലെ പണിയില്ലെങ്കിലും കഴിഞ്ഞൂടാനുള്ളത് അടിയൻ നയിച്ചുണ്ടാക്കും. അടിയന് പേടിയില്ല. ഞങ്ങളുടെ കൂടെ വരാന്ന് പറ. മനക്കലക്കാളും സുഖമായിട്ട് കഴിയാന്ന് പറയപ്പെട്ടില്ല. കഴുകന്മാരെ പോലെ കാത്തിരിക്കാണ് പാണ്ഡിച്ചേട്ടകള് അല്ലേ? പോകാനല്ലേ പറഞ്ഞത്? പോകാൻ. വിപ്ലവം ഇത്രത്തോളമാവാൻ വയ്യ എന്ന് ഞാൻ എന്നും പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ബോധ്യമായോ? നമ്പൂരിയെ പരിഷ്കരിക്കാൻ ശ്രമിച്ച് അവസാനം അമ്മയാര് പെങ്ങളാര് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഇടം വരെ എത്തിയില്ലേ പുരോഗമനം? നമുക്ക് ന്യായമായി ചെയ്യാവുന്ന കാര്യം ഒന്നേ ഉള്ളൂ, സംഘടന പിരിച്ചുവിടുക. കുഞ്ചുണ്ണിക്കും പറയാനുള്ളത് കേൾക്കണ്ടേ? നിശബ്ദരായിരിക്കുക. വ്യഭിചാര കുറ്റം തെളിഞ്ഞ് ജാത്യാചാര പ്രകാരം പുറത്താക്കിയ ആളെ യുവജന സംഘത്തിന്റെ നേതാവ് കൂടെ പാർപ്പിക്കുന്നുണ്ടോ? അതേ എനിക്കറിയണ്ടു. ഒരേ ഒരു ചോദ്യം. ചോദ്യം എന്നോടാണല്ലോ. ഉത്തരം ഉവ്വ്. ഭ്രഷ്ടാക്കിയ സ്ത്രീയെ ഞാൻ രക്ഷിക്കുന്നുണ്ട്. രാജിക്കത്ത് ഞാൻ തപാലിൽ അയച്ചിട്ടുണ്ട്. കുഞ്ചുണ്ണി, തനിച്ച് കയറി വരാൻ ധൈര്യം തോന്നാത്തതുകൊണ്ട് ഇവളെയും കൂട്ടി. അടക്കി പിടിച്ച് ഇനിയും നടക്കാൻ വയ്യ ഉണ്ണിയമ്പൂരി. കുട്ടിയാത്തേമാരെ കാണാലോ ഞങ്ങൾക്ക്. എന്തിന്? ചെറിയമ്മയ്ക്കും സമ്മതമുണ്ടേ? ഇവിടുന്ന് ഏട്ടന് മാപ്പ് കൊടുക്കണമെന്ന് എന്റെയും കൂടി ഒരു അപേക്ഷയുണ്ട്. ഭ്രഷ്ടായി അരങ്ങൊന്നും കിട്ടാതെ അലഞ്ഞു നടക്കേണ്ടി വരുമെന്ന്
പേടിച്ചിട്ടാണ് ഏട്ടൻ. ഏറ്റു പറഞ്ഞ് ഇപ്പോൾ എന്തിന് പേരും പെരുമയും വേണ്ടെന്ന് വെക്കണം? അരങ്ങത്ത് ഞാനൊരു വിഡ്ഢിവേഷമായി തുടങ്ങി ഉണ്ണിയമ്പൂരി. ഇപ്പൊ അരങ്ങില്ല, ജീവിതമില്ല. അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. എനിക്ക് മനസ്സിൽ ഇന്നും അവരോട് സ്നേഹമാണ്. വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാനാ ഞങ്ങൾ വന്നിരിക്കണ. ഏട്ടൻ അമ്മയോട് എല്ലാം പറഞ്ഞു. ആദ്യം ഉണ്ണിയമ്പൂരിയാണ് എനിക്ക് മാപ്പ് തരേണ്ടത്. പിന്നെ അവരോട് ആദ്യം തെറ്റ് പറയണം. പിറക്കാൻ പോണ കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്ന് എവിടെ വേണമെങ്കിലും ഞാനിനി വിളിച്ചു പറയാം. അതിന് അച്ഛനില്ല. അച്ഛന്റെ പേര് പറയണമെന്ന് എന്തെങ്കിലും നിർബന്ധം വരുമ്പോൾ പറഞ്ഞേക്കൂ കുഞ്ചുണ്ണി. നളൻ, അല്ലെങ്കിൽ അർജുനൻ, അല്ലെങ്കിൽ ഭീമൻ. സ്നേഹത്തിന്റെ കാര്യം കുറച്ചു മുമ്പ് പറയണത് കേട്ടു. എനിക്കും സ്നേഹം തോന്നിയിരുന്നു. അത് അരങ്ങത്ത് കണ്ട ഏതോ വീരനായകനോടായിരുന്നു. പിന്നെയാണത് മനസ്സിലായത്. ഈ മാധവനോടായിരുന്നില്ല. നിശ്ചയം. കുഞ്ചുണ്ണി, ഇവർക്ക് പോവാം.